ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ദേവി ഗോമതി സ്റ്റോഴ്സിലൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ബാലനും സന്തോഷമാവുക. ദേവി വന്നതിൽ പിന്നെ കടയ്ക്കൊക്കെ ഒരു ഉണർവായിട്ടുണ്ട് എന്ന് നമ്മുടെ രാമേട്ടനും പറയുന്നുണ്ട് കേട്ടോ. ദേവിയും ആ ചിന്തിച്ചിരിക്കുന്നതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് കടയിലെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ദേവിക്കും പഴയ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ വന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ആനന്ദ് ജോലി കഴിഞ്ഞ് വൈകിട്ട് ദേവമംഗലത്തിൽ വരുമ്പം ഗോമതി ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ആനന്ദെ, ഇന്ന് ദേവിമോളുടെ മുഖത്ത് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു സന്തോഷം കണ്ടത് എന്ന് പറയാം. അപ്പം അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന രീതിയിൽ ആനന്ദ് നോക്കുക. അതെന്താ പെട്ടെന്നൊരു സന്തോഷം എന്ന് ചോദിക്കുക. എടാ, ഇന്ന് ബാലേട്ടൻ്റെ കൂടെ ദേവിമോള് കടയിൽ പോയി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തെന്ന ധർമ്മൻ എന്നോട് പറഞ്ഞത്. മോളുടെ മുഖത്തും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇവിടെ ആയിരിക്കുമ്പം എപ്പോഴും ആ റൂമിൽ ചടഞ്ഞുകൂടി ഇരിക്കുമായിരുന്നില്ലേ. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നപ്പം മോളുടെ മുഖവും സന്തോഷത്തോടെ കാണാനായിട്ട് സാധിച്ചു. ഇനി പഴയ ദേവിയായിട്ട് മാറും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാം. അവള് ഗോമതി സ്റ്റോഴ്സിൽ പോയെന്നോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നീ അറിഞ്ഞില്ലായിരുന്നോ? എടാ, ബാലേട്ടനോടൊപ്പം അവള് ഇന്നു മുതൽ ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങിയെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കാം. അതെന്താ പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ അവൾ സ്റ്റോറിലൊക്കെ പോയത് എന്ന്? അത് ബാലേട്ടൻ അവളോട് ഇന്നാൾ അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. വീട്ടിലിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിച്ച് വേദനിക്കുന്നത്. അതുകൊണ്ട് ഗോമതി സ്റ്റോറിൽ വന്നിരിക്കാൻ പറഞ്ഞിരുന്നു. അന്ന് ദേവിമോള് അത് നിരസിച്ചതാ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് പറയുക ചെയ്തത്, ഞാനിന്ന് ബാലച്ചൻ്റെ കൂടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നേക്കാന്ന്. ചിലപ്പം ബാലേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് ബാലേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ടാകും അവൾക്കും അങ്ങനെ തോന്നിയത് എന്ന് പറയാം. എന്തായാലും ദേവിമോൾ എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്. അവൾക്കും അതുകൊണ്ട് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ബാലേട്ടനും ഒരു സന്തോഷമൊക്കെ ഉണ്ട് ആ മുഖത്ത് എന്ന് പറയാം. അപ്പം ആനന്ദിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഗോമതിയോട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ നമ്മുടെ ദേവി കടയിൽ നിന്ന് വന്നിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ദേവിയെ കാണുമ്പം ആനന്ദിന് നല്ല ദേഷ്യം വരിക. ആരോട് ചോദിച്ചിട്ടാടി നീ ഗോമതി സ്റ്റോറിൽ പോയി ഇരുന്നത് എന്ന് ചോദിക്കുക. ആനന്ദേട്ട ഒന്ന് പതിയെ എന്നപ്പോൾ ദേവി പറയാ, എന്ത് പതിയെ? എന്നെയും എൻ്റെ കുടുംബത്തെയും മുഴുവൻ ചതിച്ചുകൊണ്ട് ഇവിടെ നീ നിൽക്കുന്നതും പോരാ, എന്നിട്ട് ആ കടയിലും കയറി പറ്റിയിരിക്കുന്നോ? എന്തടിച്ചു മാറ്റാനാ നീ ഇപ്പം അവിടെ സൂത്രത്തിൽ കയറി പറ്റിയിരിക്കുന്നത്? അതോ നിന്റെ ഫ്രോഡ് അച്ഛൻ പറഞ്ഞയച്ച ബുദ്ധിയാണോ ഇത്? ആ കടയിൽ നിന്ന് എല്ലാം അടിച്ചു മാറ്റി അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണോടി ഇത് എന്ന് ചോദിക്കാം. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? എന്നെപ്പറ്റി ആനന്ദേട്ടൻ എങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഓ, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പലതും ചെയ്തിട്ടുണ്ടല്ലോ. അത് ഈ കുടുംബത്തിലുള്ളവർ അറിയുമ്പം നിന്നെ അവർ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുവടി എന്ന് പറയാം. അപ്പം ദേവി അവിടെ നിന്ന് കരയാണ് കേട്ടോ. എനിക്ക് നിന്റെ പൂങ്കണ്ണീരൊന്നും കാണണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ഇനി നീ അച്ഛൻ്റെ കൂടെ കടയിലേക്ക് പോകരുത് എന്ന് പറയാം. ആനന്ദേട്ട ഒന്ന് മനസ്സിലാക്കുക, ബാലച്ചൻ ഇപ്പം ആകെ തകർന്ന അവസ്ഥയിലാണ്. കടയിലെ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യുന്നില്ല എന്നും അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാനായിട്ട് കടയിൽ പോയി ഇരിക്കാമെന്ന് തീരുമാനിച്ചത്. ബാലച്ചന് ഒരു സഹായമാകുമല്ലോ ഞാനവിടെ ഉണ്ടെങ്കിൽ. ബാലച്ചനെ ആഹാരം കഴിക്കാനൊക്കെ ഞാൻ നിർബന്ധിക്കും എന്ന് പറയാണ് കേട്ടോ. ഓ, ബാലച്ചനോട് സ്നേഹമുള്ളൊരു മരുമകള്, എന്നിട്ടാണോടി ആ പാവ മനുഷ്യനെ ചതിക്കാൻ നിന്റെ അച്ഛനോടൊപ്പം നീയും കൂട്ടുനിന്നത്? ഈ കുടുംബത്തെ മുഴുവനും ചതിക്കല്ലേടി നീ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് അതിന് മറുപടി ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പം ബാലൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പം ദേവി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ആനന്ദ് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ആനന്ദിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ എതിർപ്പ് ഉണ്ടാകാത്തത് കൊണ്ട് ദേവി കടയിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. പക്ഷേ ആനന്ദേട്ടൻ്റെ മനസ്സിൽ തനിക്കിപ്പോൾ ഒരു വിലയുമില്ല എന്ന് ദേവിക്ക് ബോധ്യപ്പെടുക. അതോർക്കുമ്പം ദേവിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. ആനന്ദേട്ടൻ എല്ലാ സത്യങ്ങളും ഈ വീട്ടിലുള്ളവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകും ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് പെരുമാറുക? അവരുടെ മനസ്സിൽ പിന്നെ ഈ ദേവിക്ക് ഒരു സ്ഥാനം ഉണ്ടാകില്ല. ഇപ്പം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഓരോ പ്രവൃത്തിയും ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കുടുംബത്തിൻ്റെ നന്മയും വിജയവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആനന്ദേട്ടൻ ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല. എന്നെപ്പറ്റിയുള്ള സത്യങ്ങൾ അറിയുമ്പോൾ ഇവിടെയുള്ളവരാരും എന്നെ വിശ്വസിക്കില്ല. ഇപ്പം അവർ നൽകുന്ന ഈ സ്നേഹവും പരിഗണനയും ഒന്നും എനിക്കിനി മുന്നോട്ട് കിട്ടില്ലേ എന്ന് ചിന്തിക്കാൻ കേട്ടോ. ഈ ദേവമംഗലവും ഇവിടെയുള്ളവരുടെ സ്നേഹവും ഇല്ലാതെ ദേവി എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുക എന്നൊക്കെയുള്ള ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം അതൊക്കെ ഓർക്കുമ്പം ദേവിക്ക് ഒരുപാട് സങ്കടം വരികയാണ്.
ഇതേ സമയം നമ്മുടെ അനുവിന് അമ്മ പായസവും കൂടി ഉണ്ടാക്കി തനിക്ക് നൽകി എന്നറിയുമ്പോൾ മുതൽ ഗോമതിയോട് സംസാരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്ങനെയും നാളെ തന്നെ അമ്മയോട് സംസാരിക്കണം എന്ന് നമ്മുടെ അനു തീരുമാനിക്കുക. എന്നോട് അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ വിജയിച്ചു എന്നറിഞ്ഞപ്പം മുത്തശ്ശിയുടെ കയ്യിൽ ഈ പായസം വെച്ച് നൽകില്ലല്ലോ. അപ്പം എവിടെയോ ഒരു സ്നേഹമുണ്ട്, അമ്മയോട് എന്തായാലും സംസാരിക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഗോമതി മുറ്റത്ത് നിൽപ്പുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അത് കാണുന്ന നമ്മുടെ അനുശ്രീ ആ മതിലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അമ്മയെന്ന് വിളിക്കുക. അപ്പോൾ അനുവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഗോമതി എഴുന്നേറ്റ് നോക്കുമ്പം അനുശ്രീ അവിടെ നിൽക്കുക. അത് കാണുമ്പം അവൾക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് അനു പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗോമതിയുടെ അടുത്തിരുന്ന ബക്കറ്റ് ഉണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അതെടുത്ത് അനുവിൻ്റെ മുഖത്തേക്ക് എറിയുക. എന്നിട്ട് പറയും, ആരാടി നിൻ്റെ അമ്മ? എനിക്കൊരു മകളുണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി, പിന്നെ എന്ത് ബന്ധത്തിൻ്റെ പേരിലടി നീ ഇപ്പം എന്നെ അമ്മയെന്ന് വിളിച്ചത് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം അനുസരിക്ക് സഹിക്കാൻ സാധിക്കില്ല കേട്ടോ. അവൾ അവിടെ നിന്ന് കരയുവാണേ. അപ്പം ഇന്ദിരാമ്മ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഈ ബഹളം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരികയാണ്. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. മുത്തശ്ശി എന്നും പറഞ്ഞ് നമ്മുടെ ഇന്ദിരാമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അനുശ്രീ. ഗോമതി, നീ എന്താടി ഈ ചെയ്തത്? ഈ കൊച്ചിൻ്റെ മേത്ത് മുഴുവനും വെള്ളം കോരി ഒഴിച്ചോ നീ എന്ന് ചോദിക്കാം. അമ്മ ഇതിൽ ഇടപെടരുത്, എന്നെയും എൻ്റെ ബാലേട്ടനെയും വേദനിപ്പിച്ച് ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയവളെ ഇവള്, പിന്നെന്തിനാ ഇപ്പം അച്ഛൻ അമ്മ എന്ന ബന്ധവും പറഞ്ഞുകൊണ്ട് ഇവൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കാം. ഗോമതി, നീ ഇപ്പം ചെയ്തത് തീരെ ശരിയായില്ല. നിന്നെ കാണാനായിട്ട് ഓടിയെത്തിയ നിന്റെ മകളോട് ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് എന്തുമാത്രം ദേഷ്യം കാണിക്കണോടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോമതി അതിനൊരു മറുപടിയും പറയില്ല കേട്ടോ. അമ്മേ, പക്ഷേ ഈ കാര്യത്തിൽ അമ്മ ഇടപെടണ്ട, ഇത് ഞാനും ഇവളും തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളെ വേണ്ടാതെ ഇവൾ ഇറങ്ങിപ്പോയതല്ലേ, പിന്നെന്തിനാ ഇവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഇവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഇവളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ കാര്യം തിരക്കാനോ ഞാനോ ബാലേട്ടനോ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ആ മര്യാദ ഇവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇവളോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അത് കാണുമ്പം അനു അവിടെ നിന്ന് കരയുക. അപ്പം അത് ഇന്ദിരാമ്മ ആശ്വസിപ്പിക്കും. മോള് സങ്കടപ്പെടല്ലേ, ഇന്നലെ പറഞ്ഞു തന്നതല്ലേ മുത്തശ്ശി. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗോമതിയുടെ സ്വഭാവത്തിന് അവൾ ക്ഷമിക്കുകയല്ല. മോള് അവൾക്ക് കുറച്ച് സാവകാശം കൊടുക്കുക. അവളുടെ മനസ്സ് വീണ കരട് പതിയെ മായും. അത് മായുമ്പം എൻ്റെ മോളെ അവൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. എന്തു പ്രസവിച്ച മക്കളോട് ദേഷ്യത്തിലൊന്നും പെരുമാറാൻ ഒരു പരിധിക്കപ്പുറം ഒരമ്മമാർക്ക് സാധിക്കില്ല. എൻ്റെ മോള് ഒന്ന് ക്ഷമിക്കുക എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി, അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല മുത്തശ്ശി. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നത്. ഇന്നലെ പായസമൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ കരുതി ആ മനസ്സിൽ എവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ അമ്മയുടെ മനസ്സിൽ നിന്നും അമ്മ എന്നെ പൂർണ്ണമായിട്ടും എടുത്ത് കളയാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് കരയാ. മോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് ഇന്ദിരാമ്മ ഒരു വിധത്തിൽ അനുവിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് പോവാണ് കേട്ടോ. റൂമിൽ ചെന്ന് നമ്മുടെ അനു ആണെങ്കിൽ ഇത് തന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക. സമയം ഉദയഭാനു ദേവമംഗലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ദേവമംഗലത്തേക്ക് ചെല്ലുമ്പം ദേവി കടയിൽ പോയി തുടങ്ങിയെന്ന് ഗോമതി പറയാം. അത് കേൾക്കുന്ന ഉദയഭാനു, എങ്കിൽ പിന്നെ ഞാൻ മോളെ കടയിൽ പോയി കണ്ടിട്ട് പോയിക്കോളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഗോമതി സ്റ്റോറിലേക്ക് പോവാണ് കേട്ടോ. ഉദയഭാനുവിൻ്റെ മനസ്സിൽ മറ്റു പല പ്ലാനുകളുമാണ്. ദേവി കടയിൽ പോയി തുടങ്ങിയത് എന്തുകൊണ്ട് നന്നായി. ദേവിയെ കാണാനെന്ന പേരിൽ എനിക്ക് അവിടെ ചെല്ലുകയും ചെയ്യാം. അവിടെ നിന്നും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അടിച്ചു മാറ്റണം, അല്ലെങ്കിൽ എനിക്കിപ്പം നിലനിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളില്ല ഇപ്പം ഞാൻ ചെന്ന് ചാടിയിരിക്കുന്നത്. ആ 10 ലക്ഷം രൂപ അതൊട്ട് ദേവമംഗലത്ത് നിന്നും അടിച്ചു മാറ്റാനും സാധിച്ചില്ല. കടയിൽ ദേവിയുള്ള സ്ഥിതിക്ക് കാശ് അടിച്ചു മാറ്റാനായിട്ട് സാധിക്കുമോ? അവളെ അവിടെ നിന്ന് മാറ്റിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും പൈസ അടിച്ചു മാറ്റിയേ പറ്റൂ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് ഉദയഭാനു ഗോമതി സ്റ്റോറിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം ദേവി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാലനും ധർമ്മനും ഒന്നും അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഉദയഭാനുവിനെ കാണുന്ന ദേവി പെട്ടെന്ന് അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അതെന്ത് വർത്തമാനോ മോളെ, ഞാൻ നിന്നെ കാണാനായിട്ട് ദേവമംഗലത്ത് ചെന്നതാ. അപ്പോൾ ഗോമതിയെ പറഞ്ഞത് നീ കടയിൽ പോയി തുടങ്ങിയെന്ന്. അതെന്തായാലും നല്ല തീരുമാനമാണ്. ആ വീട്ടിൽ തന്നെ എപ്പോഴും അടച്ചു കുത്തിയിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മോൾക്ക് ഈ സങ്കടങ്ങൾ. ഇവിടെ വന്ന് ആൾക്കാരെയൊക്കെ കാണുമ്പം എൻ്റെ മോൾക്കും ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ബാലൻ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ നോക്കി നടത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ ഇതൊക്കെ. അപ്പം മോൾ ഇവിടെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമാണെന്നേ അച്ഛൻ പറയത്തുള്ളൂ. അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്
എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാതെ ദേവമംഗലത്ത് വരരുതെന്ന്. വീണ്ടും എന്തിനാ അച്ഛ അങ്ങോട്ട് വന്ന് എന്ന് ചോദിക്കാം. ഇതെന്ത് വർത്തമാനോ മോളെ ഈ പറയുന്നത്? എൻ്റെ മകളല്ലേ നീ, നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാം. അച്ഛ, നമ്മൾ ആ കുടുംബത്തോട് ചെയ്തതൊന്നും മറന്നു പോകരുത്. അത്രയ്ക്ക് ചതിയും വഞ്ചനയും ചെയ്ത ഞാൻ ആ ദേവമംഗലത്തെ മരുമോളായത്. ആ കാര്യങ്ങളൊക്കെ ആനന്ദേട്ടൻ അറിയുകയും ചെയ്യാം. ഇപ്പോഴും ആനന്ദേട്ടന് എന്നോട് വെറുപ്പാ. അച്ഛനെ കൂടി കണ്ടു കഴിഞ്ഞാൽ ആ ദേഷ്യവും വെറുപ്പും കൂടത്തേ ഉള്ളൂ. അച്ഛനോടും ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ ആനന്ദേട്ടൻ സംസാരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ അച്ഛ അങ്ങോട്ട് നാണം കെടാനായിട്ട് കയറി വരുന്നേ എന്ന് ചോദിക്കാം. അല്ല, ബാലൻ എവിടെ എന്നപ്പം വിഷയം മാറ്റാനായിട്ട് ഉദയഭാനു ചോദിക്കും കേട്ടോ. ബാലച്ചൻ ഡീലറെ കാണാനായിട്ട് പോയതാ. അപ്പം ധർമ്മനും ഇന്ന് വന്നില്ലേ കടയിലേക്ക് എന്ന് ചോദിക്കാം. മാമൻ എന്തോ ചായ കുടിക്കാനായിട്ട് എന്തോ പുറത്തേക്ക് പോയതാ. കടയിൽ ഞാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാനാ പറഞ്ഞത് പോയിട്ട് വരാം. ഈ കടയിൽ മറ്റൊരാളുണ്ടായിരുന്നല്ലോ ജോലിക്ക് നിൽക്കുന്ന. ഓ, രാമേട്ടനോ? രാമേട്ടൻ ഇന്ന് ലീവാ എന്ന് ദേവി അപ്പം പറയൂ കേട്ടോ. അപ്പം ഉദയഭാനുവിൻ്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. ആഹാ, അപ്പം എന്തുകൊണ്ടും എനിക്ക് പറ്റിയ അവസരമാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. ദേവിയെ കൂടി എങ്ങനെയെങ്കിലും എന്തേലും പറഞ്ഞ് ഇവിടുന്ന് മാറ്റുവാണെങ്കിൽ കാശടിച്ചു മാറ്റാം. ഗോമതി സ്റ്റോർ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന കടയാണ്. അതുകൊണ്ട് തന്നെ ഈ മേശയിൽ ഇഷ്ടം പോലെ കാശുണ്ടാകും എന്ന് ഉദയഭാനു ചിന്തിക്കുകയാണ് കേട്ടോ. അച്ഛൻ എന്താ ഈ ചിന്തിച്ച് നിൽക്കുന്നത്? ഓ, ഈ വെയിലും കൊണ്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നും മോളെ. അച്ഛന് വല്ലാത്ത ക്ഷീണം. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ ഒരു നാരങ്ങ വെള്ളം എടുത്തു തരാം എന്ന് പറഞ്ഞ് ദേവി അകത്തേക്ക് ഇങ്ങ് പോവാണ് കേട്ടോ. അപ്പം അത് കിട്ടിയ അവസരമാക്കി കണ്ട് ഉദയഭാനു പെട്ടെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഡ്രോ തുറക്കുവാണേ. അപ്പം അതിനകത്ത് ഇഷ്ടം പോലെ കാശ് കിടക്കുക. അതിൽ നിന്ന് 500-ൻ്റെ നോട്ടുകൾ തന്നെ നോക്കി കുറേ രൂപകൾ അടിച്ചു മാറ്റി പോക്കറ്റിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേവി അങ്ങോട്ട് വരുന്നത്. ഇതാ അച്ഛ, അച്ഛൻ ഇത് കുടിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുക. അല്ല, അച്ഛൻ എന്താ ഈ കൗണ്ടറിൽ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കുക. ഏയ്, ഇവിടെ ആരുമില്ലല്ലോ. അപ്പം കടയിൽ ആരെങ്കിലും സാധനം മേടിക്ക് വന്ന പൈസ മേടിച്ചിടാന്ന് കരുതി ഞാനിവിടെ നിന്നതേ ഉള്ളൂ എന്ന് ചോദിക്കുക. ദേ അച്ഛ, അച്ഛൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അപ്പം ദേവി ചോദിക്കുക. എന്ത് കള്ളത്തരം? ഞാനിവിടെ വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമല്ലേലും എൻ്റെ മോൾ ഇവിടെ ജോലിക്ക് നിൽക്കുമ്പം ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി എന്തായാലും ചെയ്യത്തില്ല എന്ന് പറയാം. അപ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ദേവി നോക്കുക. അച്ഛ, അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ പൈസയൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അയ്യേ, നീ എന്തൊക്കെയാ ദേവിമോളെ ഈ പറയുന്നത്? നിന്റെ അച്ഛൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം നീ ഇവിടെ നിൽക്കുമ്പം ഇവിടെ നിന്ന് കാശ് കാണാതായ അത് നിന്റെ പേര് വരൂ എന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്. അച്ഛനായതുകൊണ്ട് എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. ദേ, നീ എന്നെ സംശയിക്കൊന്നും വേണ്ട. ദേ, ഞാനിവിടെ നിന്ന് മാറിയേക്കാം, പ്രശ്നം തീർന്നില്ലേ എന്ന് ഉദയഭാനു അപ്പോൾ പറയാൻ കേട്ടോ. എന്നിട്ട് ദേവി എടുത്തു കൊടുത്ത് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. എങ്കിൽ പിന്നെ ഞാൻ ഇനി നിന്ന് സമയം കളയുന്നില്ല, അച്ഛൻ പോവുക. മോക്ക് അച്ഛൻ്റെ കാര്യമൊക്കെ അറിയാലോ, ആകെ കഷ്ടപ്പാടാ. അച്ഛനെ സഹായിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അച്ഛന് കുറച്ച് കാശ് സംഘടിപ്പിച്ച് തരണേ മോളെ എന്ന് ഉദയഭാനു പറയാം. എൻ്റെ കയ്യിൽ എവിടെന്നാ അച്ഛാ? ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ജോലിക്ക് വന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ബാലച്ചൻ ചിലപ്പം എനിക്കും മാസാവസാനം എന്തെങ്കിലും ചെറിയൊരു പൈസ തരുമായിരിക്കും. അങ്ങനെ വല്ലതും തന്നു കഴിഞ്ഞാൽ അച്ഛന് ഞാൻ തരാം എന്ന് പറയാൻ കേട്ടോ. മോളിനിപ്പം ഇവിടെ ഉണ്ടല്ലോ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം എന്ന് പറയാം. അച്ഛൻ ആവശ്യമില്ലാതെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരണ്ട, ഇവിടെ ഉള്ളവരെ കൂടി എന്തിനാ വെറുതെ സംശയം ജനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ഉദയഭാനു ഒന്നും പറയാതെ അവിടെ നിന്നങ്ങോട്ട് പോവാണേ. പെട്ടെന്ന് ധർമ്മനും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കയറി വരിക. അല്ല, മോളെന്താ പുറത്ത് നിൽക്കുന്നേ എന്ന് അപ്പോൾ ദേവിയോട് ചോദിക്കുക. അപ്പോൾ ദേവി പറയും, അച്ഛൻ വന്നിരുന്നു, ഞാൻ അച്ഛൻ പോകുന്നത് നോക്കി നിന്നതാ. ഓ, ഉദയഭാനു സാർ വന്നിരുന്നോ? എന്നിട്ടെന്താ പെട്ടെന്ന് പോയത് എന്ന് അപ്പോൾ ധർമ്മൻ ചോദിക്കും. അച്ഛൻ ആവശ്യം ഉണ്ടായിരുന്നു മാമ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി, എന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാ എന്ന് പറയൂട്ടോ. സമയം ഉദയഭാനു കടയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയ കാര്യമൊന്നും ധർമ്മനോ ദേവിയോ അറിഞ്ഞിട്ടും ഇല്ല കേട്ടോ. ബാലൻ ഇനി ഇത് നോക്കുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുകന്യാണെങ്കിൽ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ധർമ്മേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സുകന്യെ? ധർമ്മേട്ടൻ എപ്പോഴും പറയാറില്ലേ ഗോമതി സ്റ്റോഴ്സ് എല്ലാവരുടെയും കൂടിയാണെന്ന്? ആ അതെ, അതിനിപ്പോൾ എന്താ? ആ, അപ്പം ഗോമതി സ്റ്റോറിൻ്റെ ഒരു ഓണറല്ലേ ധർമ്മേട്ടനും എന്ന് ചോദിക്കുക. നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ വ്യക്തമാക്കി പറ എന്ന് സുകന്യോട് ധർമ്മം പറയാണ്. ആ, ദേവി കടയിൽ പോയി ഇരിക്കാൻ തുടങ്ങിയല്ലോ, അതിന്? അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ധർമ്മേട്ടൻ്റെ കടയായി ഗോമതി സ്റ്റോറിലേക്ക് ഞാനും വരിക, ഞാനും അവിടുത്തെ ഒരു മുതലാളിയല്ലേ എന്ന് ചോദിക്കുക. അതിൻ്റെ എന്താവശ്യമുള്ളത് എന്ന് അപ്പം ധർമ്മം ചോദിക്കുക. ഞാനിവിടെ വെറുതെ ഇരുന്ന് മടുത്തു. മീനാക്ഷിക്കാണെങ്കിൽ ജോലിയുണ്ട്, മിത്രയാണ് പഠിക്കാനും പോവാം. പിന്നെ ഇപ്പം ദേവിയും കടയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്ന എന്തിനാ? നമ്മുടെ എല്ലാവരുടെയും കൂടിയല്ലേ ഗോമതി സ്റ്റോർ. അപ്പം എനിക്കും കൂടി അവിടെ അവകാശം ഉണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടെ വന്ന് ജോലി ചെയ്യുന്ന
ചോദിക്കുന്നതിൽ ധർമ്മേട്ടൻ എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കാം. ഇപ്പോൾ അതിൻ്റെ എന്താവശ്യമുള്ളത്? ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ദേവിമോളെ അളിയൻ അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ ദേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ എന്ന് കരുതിയാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ദേവി സന്തോഷത്തോടെ വീട്ടിലിരിക്കുമായിരുന്നെങ്കിൽ അവളെ കടയിലേക്കൊന്നും ക്ഷണിക്കുമായിരുന്നില്ല. അവൾ കടയിലൊക്കെ വന്ന് ഒന്ന് എൻഗേജ്ഡ് ആവുമ്പം അവളുടെ ഈ വിഷമവും സങ്കടമൊക്കെ മാറുമല്ലോ, അതിനുവേണ്ടി അളിയൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പക്ഷേ സുകന്യ ഇപ്പം കടയിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ അത് സമ്മതിക്കത്തൊന്നുമില്ല. അതെന്ത് വർത്തമാനമാണ് ധർമ്മേട്ടൻ പറയുന്നത്? എല്ലാവരുടെയും കൂടി ആകുമ്പം അവിടെ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ? അപ്പം ബാലേട്ടൻ മാത്രമാണോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഇത്രയും കാലം അവിടെ ജോലി ചെയ്ത ധർമ്മേട്ടന് ഒരു അവകാശം ഇല്ലെന്നാണോ ധർമ്മേട്ടൻ പറഞ്ഞു വരുന്നത്? ദേ സുകന്യെ, നീ എൻ്റെ അവകാശം നോക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചോ. ആവശ്യമില്ലാതെ ഇപ്പം നീ ഗോമതി സ്റ്റോറിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ദേവി കടയിലേക്ക് പോയി തുടങ്ങിയെന്ന് കേട്ടപ്പോൾ മുതലാണല്ലോ നിനക്കും അവിടെ വന്നിരിക്കണമെന്ന് തോന്നി തുടങ്ങിയത്. ഇത് തന്നെ അത്ര നല്ല സ്വഭാവം അല്ല എന്ന് പറയാൻ കേട്ടോ. ദേ മര്യാദക്കൊക്കെ നിന്ന നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ധർമ്മം കയറി കിടക്കുക. ഈ ധർമ്മേട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ വേണ്ടി അടിമപ്പണി ചെയ്യുന്നല്ലാതെ ധർമ്മേട്ടന് ആ കടയിൽ എന്ത് അവകാശമുള്ളത്? ഇപ്പം കണ്ടില്ലേ, ബാലേട്ടൻ സ്വന്തം മരുമോളെ കടയിൽ കൊണ്ട് ഇരുത്തി. എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഞാനും ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നല്ലോ, കടയിൽ വന്നിരിക്കുന്നുണ്ടോന്ന്. ഇതാ ആ മനുഷ്യനോട്ട് മനസ്സിലാകുന്നുമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും നല്ല വിവേചനമുണ്ട്. ധർമ്മേട്ടൻ മാത്രം അതൊന്നും മനസ്സിലാക്കാതെ ഒരു പൊട്ടനെ പോലെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം ബാലനാണെങ്കിൽ കണക്കൊക്കെ വന്ന് രാത്രിയിൽ ഇങ്ങനെ നോക്കുക. അപ്പോഴാണ് പൈസയുടെ കുറവ് കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ബാലൻ ഇങ്ങനെ ചിന്തിക്കുക. ഇതുവരെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ദേവിമോള് അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ കോടീശ്വരനായ ഉദയഭാനുവിൻ്റെ മകൾക്ക് എന്തിനാ ഗോമതി സ്റ്റോറിലെ തുച്ഛമായ പൈസ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇനി ധർമ്മൻ, അവനും ദേവിയും മാത്രമേ കടയിലുണ്ടായിരുന്നു. ധർമ്മൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതാണോ? ഏയ്, ധർമ്മൻ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്താൽ എന്നോട് പറയുകയും ചെയ്യും. പിന്നെ ഇതെന്താ സംഭവിച്ചത്? ഇപ്പം ധർമ്മൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ മിസ്റ്റേക്ക് ആവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റി നാളെ അവനോടൊന്ന് സംസാരിക്കണം എന്ന് ബാലൻ ഇങ്ങനെ തീരുമാനിക്കുക. അപ്പം ബാലൻ ചിന്തിച്ചിരിക്കുന്ന കാണുന്ന ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്താ ബാലേട്ട? ബാലേട്ടൻ എന്താ ചിന്തിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല എന്ന് പറയാം. ബാലേട്ട, ദേവിമോളുടെ ഇന്ന് നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. കുറേ കാലങ്ങൾക്ക് ശേഷം ദേവിമോളുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കണ്ടു. കടയിലൊക്കെ വന്നിരുന്നപ്പം ഇത്രയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതേ ഇല്ല എന്ന് പറയാം. അപ്പം ബാലനും പറയും, ദേവിമോൾ ഇന്ന് കടയിലുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുമുണ്ട് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ഗോമതിക്ക് സന്തോഷമാവുക. നേരത്തെ തന്നെ ദേവിയെ നമ്മൾ നിർബന്ധിച്ച് കടയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലേ ബാലേട്ട എന്ന് ചോദിക്കുകയാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, ഇപ്പോഴായിരിക്കും അതിന് അവസരം വന്നത് എന്ന് ബാലൻ പറയാൻ കേട്ടോ. അത് ബാലേട്ടന് വിഷമം വരില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് അനു എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു എന്ന് പറയാം. എന്നിട്ട് എന്ന് ബാലൻ ചോദിക്കുക. എന്നിട്ടെന്താ? അവൾക്ക് നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അപ്പോൾ കിട്ടിയത് വെള്ളമാണ്. അത് കോരി ഞാൻ അവളുടെ മുഖത്തൊഴിച്ചു. അമ്മയെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. എന്നെയും എൻ്റെ ബാലേട്ടനെയും വേദനിപ്പിച്ച് ഈ വീടിൻ്റെ പടി ഇറങ്ങി പോയവളല്ലേ അവള്. അവൾക്ക് പിന്നെ എന്തിനാ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം ബാലൻ പറയും, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പോയത്? നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ മിണ്ടാതെ കയറി പോന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കാം. എനിക്കറിയാം ബാലേട്ടൻ്റെ മനസ്സ്. ഇപ്പോഴും അവളെ പൂർണ്ണമായിട്ടും വെറുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ നമ്മളോട് അവൾ ചെയ്ത തെറ്റ് അതൊരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല ബാലേട്ട എന്ന് ഗോമതി പറയാണ് കേട്ടോ. സമയം നമ്മുടെ മിത്രയും ആര്യനും അവരുടെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിത്ര ചോദിക്കും, നമ്മളിപ്പോൾ എത്ര ബാങ്കുകളിൽ കയറി ലോണിനായിട്ട് അപേക്ഷിച്ചു ആര്യ, പക്ഷേ ഒരിടത്തൊന്നും ഒന്നും ശരിയാകില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പോൾ ആര്യൻ പറയും, താൻ എന്താ കരുതിയത്? നമ്മളൊരു ബാങ്കിൽ ചെന്ന് ലോൺ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് തരുമെന്നാണോ? ഏയ് അങ്ങനൊന്നും അല്ല. എങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കുകാർ തരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത് ആരും നമ്മളോടൊരു കരുണ കാണിക്കുന്നില്ലല്ലോ. എടോ, ബാങ്കിൽ നിന്ന് പെട്ടെന്ന് ലോണൊക്കെ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈടായിട്ട് കൊടുക്കണം. വസ്തുവോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ലോണ് ആരും തരത്തില്ലടോ എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ കേട്ടോ. താൻ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ട്രാവൽസൊക്കെ തുടങ്ങേണ്ട കാര്യം എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. തനിക്കിപ്പം ആകെ ചെയ്യേണ്ട ജോലി എന്താ? നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാം റിസൾട്ട് വരുമ്പം താൻ പാസ്സായിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ആവശ്യമില്ലാത്തതൊന്നും തൻ്റെ തലയിലെടുത്തിപ്പോൾ വെക്കണ്ട എന്ന് പറയാൻ കേട്ടോ.
അത് കേൾക്കുമ്പോഴത്തേക്കും മിത്ര പറയും, അതെന്ത് വർത്താനോ, ആര്യൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ലേ? എനിക്കറിയാം. അപ്പം ആര്യനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനല്ലേ എന്ന് ചോദിക്കുക. താൻ ഇപ്പം എനിക്ക് ആവശ്യത്തിന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട്, അത് മതി. താൻ പഠിത്തത്തിൽ ഒട്ടും ഉഴപ്പരുത്. ദേ ഫിസിക്കൽ ടെസ്റ്റിന് ഇനി അധിക ദിവസമില്ല, താൻ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അതൊക്കെ ഞാൻ പുഷ്പം പോലെ ജയിക്കില്ലേ ആര്യ എന്ന് മിത്ര പറയാം. ജയിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. താൻ ഇങ്ങനെ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ടോ. നമ്മുടെ ട്രാവൽസ് ഒക്കെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയുന്നേ എന്ന് ആര്യം പറയാണ് കേട്ടോ. അപ്പം മിത്രയോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നൊരു ചിന്ത ആര്യന്റെ മനസ്സിലും ഉണ്ട്. സമയം നമ്മുടെ ബാലൻ ധർമ്മനോട് കണക്കിൽ ചെറിയ വ്യത്യാസം വന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മം പറയും, അളിയ എനിക്കറിയില്ല എന്ന് പറയാണ്. പിന്നെ ഇതെന്താ സംഭവിച്ചത്? നീ അറിയാതെ ആർക്കെങ്കിലും ബാക്കി പൈസയായിട്ട് അധിക തുക എടുത്തു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കാം. ഇല്ല അളിയ, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ആ കടയിൽ നിൽക്കുന്നതല്ലേ, അളിയൻ എന്നെ അറിയില്ലേ എന്ന് ധർമ്മം ചോദിക്കാണ് കേട്ടോ. ധർമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ നന്നായിട്ട് നീ ശ്രദ്ധിക്കണം. ഞാനില്ലാത്തപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനൊരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ ഇടയാകരുത് എന്ന് ഒരു മുൻകരുതലൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ബാലൻ അവിടുന്ന് പോകുന്നത്. അളിയൻ്റെ ഇത്തരത്തിലുള്ള സംസാരം ധർമ്മൻ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇതേസമയം ഉദയഭാനു ആണെങ്കിൽ ദേവിയെ വിളിച്ച് കാശ് വേണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ ആ ആവശ്യം ദേവി നിരസിക്കുന്നുമുണ്ട്. അതിനുശേഷം വീണ്ടും കാശിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ദേവിയെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉദയഭാനു. അപ്പോൾ കടയിൽ നിന്ന് പെട്ടെന്ന് മാറി നിന്നാണ് സംസാരിക്കുന്നത്. അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടേക്ക് ഇങ്ങനെ വിളിക്കരുതെന്ന്, ഞാൻ എവിടുന്ന് കാശെടുത്ത് തരാനാ എന്ന് ചോദിക്കാം. മോളെ, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അച്ഛന് റെഡിയാക്കി താടി, അച്ഛന് അത്രയ്ക്ക് കടം കയറി നിൽക്കുക, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നേ. അച്ഛ, എനിക്ക് പറ്റത്തില്ല, എൻ്റെ കയ്യിൽ കാശുമില്ല. ബാലച്ചൻ ഈ കട എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ നിന്നും പൈസ എടുത്ത് അച്ഛന് തരാനായിട്ടൊന്നും സാധിക്കത്തില്ല. നമ്മൾ ചെയ്ത കള്ളത്തരങ്ങളൊന്നും ഇതുവരെയും ഇവിടെ ആർക്കും അറിയില്ല. അത് പറയാത്തത് ആനന്ദേട്ടനെ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഓർത്തിട്ടാ എന്ന് കരുതി ഇനിയും എന്തെങ്കിലും തിരിമറിക്കുക അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനെയും ഇവിടുന്ന് പൊക്കും, എന്നെയും പൊക്കും. എന്നെ ജീവിതം ദയവ് ചെയ്ത് അച്ഛനായിട്ട് നശിപ്പിക്കരുത് എന്ന് പറയാം. ഒരു കള്ളത്തരത്തിനും ഞാൻ കൂട്ടി നിൽക്കത്തുമില്ല, എൻ്റെ കയ്യിലോട്ട് കാശ് തരാനുമില്ല എന്നും പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും